കനം തൂങ്ങിയ മനസ്സിനെപ്പോഴും മക്ക മരുന്നാണ്. ഇങ്ങനെ മക്ക മിനാരങ്ങളിൽ നോക്കി വെറുതെ ഇരിക്കുന്നത് വല്ലാത്ത സുഖമാണ്. സമയം 7 അടുത്തിട്ടേ ഉള്ളൂ. പ്രാർത്ഥനയുടെ മുഴുവൻ ഭാരങ്ങളും ഇറക്കി വെച്ചാണ് ഇരിപ്പ്. വിശപ്പുണ്ട്. അതിലേറെ പൊള്ളുന്നത് മനസ്സാണ്. മക്കയിലെ ഓരോ കാഴ്ചയും വിശ്വാസികൾക്ക് അത്ഭുതമാണ്. മക്കയിലെ പ്രാവുകൾ ഉറങ്ങാറില്ലെന്ന് തോന്നുന്നു. റസൂലിനുള്ള സന്ദേശങ്ങൾ അത്രയും എത്തിക്കുന്ന മാലാഖമാരായിരിക്കാം ഒരു പക്ഷേ. പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന തീർത്ഥാടകരും കളിക്കുന്ന കുട്ടികളും ഇവിടുത്തെ അപൂർവ കാഴ്ചയല്ല. തീറ്റയ്ക്കു ചുറ്റും പേടിയേതുമില്ലാതെ കൂട്ടമായി പറന്നിറങ്ങുന്ന പ്രാവുകൾ. സമാധാനത്തിന്റെ നഗരമായതിനാലാവാം അവയ്ക്കിത്രയും സ്വാതന്ത്ര്യം. മതിമറന്ന് കളിക്കുകയാണ് ഒരു കുഞ്ഞു. പ്രാവുകൾക്ക് തീറ്റ വിൽക്കാനായി കയ്യിൽ ചെറിയ പൊതിയുമായി കുറെ സ്ത്രീകൾ. കാഴ്ചയിൽ ആഫ്രിക്കൻ വംശജരാണ്. സന്ദർശകരുടെ മുന്നിലേക്കെല്ലാം തീറ്റപ്പൊതി നീട്ടിക്കൊണ്ടാണ് കച്ചവടം. അധിക പേരും പണം കൊടുത്ത് തീറ്റ വാങ്ങി പ്രാവുകളെ തീറ്റുന്നുണ്ട്. ചിലർ സന്തോഷത്തോടെ ഈ കാഴ്ചകളിൽ മുഴുകിയിരിക്കുന്നു. ചിലരെല്ലാം തിരക്കിട്ട് ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയാണ്. കാഴ്ചയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് മക്കയുടെ മുറ്റം വൃത്തിയാക്കുന്ന ജോലിയുടെ തിരക്കിലേക്ക് ശ്രദ്ധ തിരിഞ്ഞത്. സുഗന്ധം കലർത്തിയ വെള്ളം തളിച്ച് വേഗത്തിൽ വൃത്തിയാക്കുകയാണ് തൊഴിലാളികൾ. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് പ്രവൃത്തികൾ. എന്റെ ഉമ്മ എപ്പോഴും പറയാറുണ്ട്, ഈ ജോലിയെങ്കിലും മക്കയിൽ എനിക്ക് കിട്ടിയെങ്കിലെന്ന്. എന്റെ ഉമ്മയുടെ മാത്രമല്ല, 10,000-കണക്കിന് ഉമ്മമാരുടെ ആഗ്രഹമാണിത്. മക്കയുടെ മണ്ണിലെ, മദീനയുടെ മണ്ണിലെ ഒരു മൺതരിയെങ്കിലും ആകണമെന്ന്. സമയം 9 മണിയോടടുത്തു. പുലർച്ചെ 2 മണിക്കാണ് ഇവിടെ എത്തിയത്. മനസ്സില്ലെങ്കിലും തിരിച്ചു പോകണം. വേദനകളും പ്രാർത്ഥനകളും ഈ മുറ്റത്തിറക്കി തിരിച്ചു പോവുകയാണ്. ആരോടും പറയാത്ത ഉള്ളിന്റെ നീറൽ ഇവിടെയല്ലാതെ മറ്റെവിടെയാണ് ഞാൻ ഇറക്കി വെക്കേണ്ടത്?